ഹൃദയപൂർവം ഭാഗം 63. എടാ മാധവ്, പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെയല്ലേ പറയുന്നത്. പ്രേമത്തിന് പ്രായവും ഇല്ലടാ. അതുകൊണ്ട് നീ ഇത് കാര്യമാക്കണ്ട. ഉദയൻ മാധവിനെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ആ പെൺകുട്ടിക്ക് ഭയങ്കര ജാടയാണെന്ന് ഇടയ്ക്ക് നമ്മുടെ മിത്ര തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉദയൻ പറഞ്ഞു. നമുക്ക് എന്തായാലും നോക്കാം. അതിനു മുമ്പ് ഗംഗയുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അവളുടെ തീരുമാനം എന്താണെന്ന് അറിയണം. എന്നിട്ടാവാം ബാക്കി. എന്തോ ആലോചിച്ച് എന്നതുപോലെ മാധവ് പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ലക്ഷ്മി ഒരു കാരണവശാലും അറിയണ്ട. അതിന് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. സന്തോഷിച്ച് വരുന്നതേയുള്ളൂ. അതിനിടയ്ക്ക് ഇങ്ങനെ കുറേ എണ്ണങ്ങൾ ഓരോ വേഷം കെട്ടലുമായി ഇറങ്ങിക്കൊള്ളും. അല്പം ദേഷ്യത്തോടെ തന്നെ മാധവ് പറഞ്ഞു. ഏതായാലും ഇവിടെ നിന്ന് സംസാരിക്കണ്ട. നമുക്ക് അവരെയെല്ലാം കൊണ്ട് ഒന്ന് പുറത്തേക്ക് പോകാം. എന്നിട്ട് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. നവീൻ, നീ ലീവ് എടുക്കുന്നുണ്ടോ ഇന്ന്? ഉദയൻ ചോദിച്ചു. എടുക്കണോ? നിർബന്ധമില്ല. എന്തായാലും ഗംഗയോട് സംസാരിച്ചേ പറ്റൂ. ഇത് ചെറിയൊരു പ്രശ്നമല്ല. ഇത് വഷളായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല, മാധവ് പറഞ്ഞു. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അമ്മയെ കൊണ്ടുപോയി ആക്കിയിട്ട് വരാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗംഗയോട് സംസാരിക്കാൻ പോയാൽ അത് ലക്ഷ്മി അറിയില്ലേ? നവീൻ ചോദിച്ചു. അത് കുഴപ്പമില്ല. ഗംഗയുടെ കാര്യം അറിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സിത്താരയുടെ കാര്യം അറിയരുത്, അത്രയേ ഉള്ളൂ, മാധവ് പറഞ്ഞു. എന്നാ പിന്നെ എല്ലാവരോടും പറയാം നമ്മൾ പുറത്തു പോകുമെന്ന്, അല്ലേ? സാന്ദ്ര ചോദിച്ചതും ആ പറഞ്ഞോ. ഉദയൻ പറഞ്ഞതും സാന്ദ്രയും ഇഷാനിയും കൂടി അകത്തേക്ക് പോയി. അവർ ചെന്നപ്പോൾ ഗംഗ പേടിയോടെ മിത്രയുടെ മുറിയിൽ ഇരിക്കുന്നത് കണ്ടു. പറഞ്ഞോ? അവൾ ചോദിച്ചു. പറഞ്ഞു. ദേഷ്യപ്പെട്ടോ? ഒന്നുമില്ല, നിന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറയാനാ? സാരമില്ല, നടന്നത് പറഞ്ഞാൽ മതി. വേറെ ഒന്നും പറയാൻ നിൽക്കണ്ട, സാന്ദ്ര പറഞ്ഞു. ഇന്ന് എല്ലാവരും കൂടി ഒന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് സംസാരിക്കാൻ നമുക്ക്. നിനക്ക് പറയാനുള്ളതെല്ലാം പറയാം. വെറുതെ ഇനി മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കരുത്. ഒന്നും ഒളിപ്പിച്ച് വയ്ക്കരുത്. എല്ലാം നിന്റെ ഏട്ടന്മാരോട് നീ തുറന്നു പറയേ. അവർക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റൂ. സാന്ദ്ര പറഞ്ഞത് കേട്ടുകൊണ്ട് അങ്ങോട്ട് ലക്ഷ്മി കയറി വരുന്നത്. അവളെ കണ്ടതും ഗംഗ ഒന്ന് പരിഭ്രമിച്ചു. എങ്കിലും എന്താ കാര്യം എന്ന് ചോദിച്ചു. എല്ലാവരുടെയും മുഖത്ത് ചെറിയൊരു ടെൻഷൻ കണ്ടതും ലക്ഷ്മി കാര്യം അന്വേഷിച്ചു. അത് പിന്നെ മാധവേട്ടൻ പറയും. നീ റൂമിലേക്ക് ചെല്ല്. സാന്ദ്ര പറഞ്ഞതും അവൾ വീണ്ടും എല്ലാവരെയും നോക്കിക്കൊണ്ട് മുകളിലേക്ക് ചെന്നു. റൂമിൽ ചെന്നപ്പോൾ മാധവ് ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടു. ലക്ഷ്മി അടുത്തേക്ക് ചെന്നതും മാധവ് അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. ഫോണിലെ സംസാരം കഴിയുന്നതുവരെ അവൾ അനങ്ങാതെ നിന്നു. അവളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളെല്ലാം മാധവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തോ പറയാനോ ചോദിക്കാനോ ഉണ്ട് എന്ന് മനസ്സിലായതും അവൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ലക്ഷ്മിയെ തിരിച്ചു നിർത്തി. എന്താണ് ചോദിക്കാനുള്ളത്? അവൻ ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എങ്ങനെ മനസ്സിലായി എനിക്ക് ചോദിക്കാനുണ്ടെന്ന്? അവൾ ചോദിച്ചു. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഗംഗയുടെ കാര്യമാണോ? അവൻ ചോദിച്ചതും അവൾ അതേ എന്ന് തലയണക്കി. പിന്നീട് മാധവ് സന്ദീപ് ഗംഗയുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അവൻ അറിഞ്ഞത് മുഴുവൻ പറഞ്ഞു. എല്ലാം കേട്ട് ഒരു ഞെട്ടലിലായിരുന്നു. അവളുടെ മുഖത്ത് വല്ലാത്ത പേടി ഉള്ളതുപോലെ തോന്നിയതും മാധവിന് കാര്യം മനസ്സിലായി. അവൾ ദേവുവിനെ പറ്റി ആലോചിച്ചു എന്ന്. ലക്ഷ്മി, അവൻ അവളുടെ മുഖത്ത് പിടിച്ചുകൊണ്ട് അവളെ വിളിച്ചു. ടെൻഷനാവണ്ട. ഇത് നിന്റെ ദേവുവിൻ്റെ പോലെയുള്ള പ്രശ്നമല്ല സന്ദീപ്. എനിക്ക് തോന്നുന്നു അവന് ഗംഗയെ ഇഷ്ടമാണ്. പക്ഷേ കുറച്ച് സ്വാർത്ഥനാണ് അവൻ. അവൾ ഇപ്പോഴും അവൻ്റെ അടുത്ത് തന്നെ വേണം. മറ്റൊരാളോട് സംസാരിക്കാൻ പാടില്ല, മറ്റൊരാളോട് ഒരുപാട് സ്നേഹം കാണിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു സ്വഭാവം. അത് മാറ്റിയെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഗംഗയുടെ അടുത്ത് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇനി ഇതും ആലോചിച്ച് തലയിലേക്ക് വയ്ക്കാൻ നിൽക്കണ്ട. ടെൻഷൻ അടിച്ച് നമ്മുടെ നല്ല ദിവസങ്ങൾ കളയാൻ നിൽക്കണ്ട. ഞാൻ സമ്മതിക്കേയില്ല, അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇന്നലെ എന്നെ സങ്കടത്തിലാക്കി. ഇന്നും എന്നെ സങ്കടത്തിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് നോക്കി. പിന്നെ പതിയെ അവളുടെ ചുണ്ടിനടുത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു വന്നതും പെട്ടെന്ന് മിത്ര, ഏട്ടാ എങ്ങോട്ടാ പോകുന്നത് എന്ന് അത്രയും പറഞ്ഞതും അകത്തെ കാഴ്ച കണ്ട് അവൾ ഞാനൊന്നും കണ്ടില്ലേ എന്ന് പറഞ്ഞ് തിരിഞ്ഞോടി. പെട്ടെന്ന് ലക്ഷ്മി മാധവിനെ തള്ളി മാറ്റി. ആ പെണ്ണ് നാണം കെടുത്തു. എങ്ങനെയാ ഇനി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുക? ലക്ഷ്മി ചോദിച്ചു. ഞാൻ കാണിച്ചു തരാം.
എങ്ങനെയാ നോക്കുക എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ചു. അല്ലെങ്കിൽ ഇപ്പം പകുതിക്കെത്തിയത് പൂർത്തിയാക്കിയാലോ? എന്തായാലും നാണം കിട്ടു. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ പതിയെ പിച്ചി. ഔ, തൊലിയെടുത്തോ പെണ്ണെ നീ? അവൻ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇങ്ങോട്ട് വാ. അവൾ ചെന്ന് എല്ലാവരോടും എന്താ പറയുന്നത് എന്നറിയില്ല. അതിനു മുമ്പ് നമുക്ക് അവിടെ എത്തണം. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു. അവളുടെ മുഖത്തെ വെപ്രാളവും ചമ്മലും എല്ലാം കണ്ട് ഒരു ചിരിയോടെ മാധവ് അവളുടെ കൂടെ തന്നെ നടന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട എന്നാണോ പറയുന്നത്? താഴെ സീതാമ്മയും ടീച്ചറമ്മയും സാന്ദ്രയോടും ഇഷാനിയോടും ചോദിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് നിൽക്കുന്ന മിത്ര ലക്ഷ്മിയെ കണ്ടതും കളിയാക്കിക്കൊണ്ട് തലയാട്ടാൻ തുടങ്ങി. ലക്ഷ്മി മിണ്ടല്ലേ എന്ന് കൈകൊണ്ട് ചുണ്ടിൽ വെച്ച് കാണിച്ചതും ഞാൻ പറയും എന്ന് പതിയെ അവൾ പറഞ്ഞു. അത് കണ്ടതും ലക്ഷ്മി അവളുടെ പുറകെ വന്ന മാധവിനെ നോക്കി. മാധവിനെ കണ്ടതും മിത്ര വേഗം നല്ല കുട്ടിയായിട്ട് നിന്നു. ഇവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നതിന് നിങ്ങൾ എന്തിനാ പിള്ളേരെ അവരുടെ പുറകെ പോകുന്നത്? സീതാമ്മ ചോദിച്ചതും ഇതൊക്കെ ഒരു രസമല്ലേ അമ്മ, സ്വർഗത്തിലെ കട്ടുറുമ്പാകുക എന്നൊക്കെ പറയുന്നത്. ഇഷാനി പറഞ്ഞതും നിനക്കും അവസരങ്ങൾ വരും കേട്ടോ. ആയിക്കോട്ടെ, അവൾ മുഖം കൂർപ്പിച്ച് പറഞ്ഞു. പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് പുറത്ത് നൃത്തമണ്ഡപത്തിനടുത്ത് നിൽക്കുന്ന ഗംഗയെ കാണുന്നത്. നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ഇഷാനി. പേടിയോടെ ഫോണിലേക്ക് നോക്കുന്ന അവളെ കണ്ടതും എന്താണെന്ന് ചോദിച്ചു. അവൾ ഫോൺ കാണിച്ചു കൊടുത്തു. അതിൽ സന്ദീപിൻ്റെ കോള് വരുന്നുണ്ട്. അവൾ എടുക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ടതും ഇഷാനി കോൾ എടുക്ക് എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ എടുക്കില്ല, എനിക്ക് പേടിയാ, അവൾ പറഞ്ഞു. പേടിയോ? നിന്നെ ഞാൻ ഇത്രയും ഒപ്പിച്ചു വെച്ചപ്പോൾ നിനക്ക് പേടിയുണ്ടായിരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേക്കും അങ്ങോട്ട് മാധവ് വന്നു. മാധവിനെ കണ്ടതും ഗംഗ പെട്ടെന്ന് മുഖം കുനിച്ചു. എന്തിനാ ഇപ്പോൾ മുഖം കുനിച്ച് നിൽക്കുന്നത്? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. കുറ്റപ്പെടുത്തിയതല്ല, തെറ്റുകൾ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷേ നിനക്ക് ഇപ്പോഴെങ്കിലും അത് പറയാൻ തോന്നിയല്ലോ. ഒറ്റയ്ക്ക് നീ വിചാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നം നിനക്ക് സോൾവ് ആക്കാൻ പറ്റുമായിരുന്നില്ല. എന്തായാലും നിന്നെ കുറ്റപ്പെടുത്താനല്ല, നിന്റെ കൂടെ നിൽക്കാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇനി ഞങ്ങളോട് പറയണം, ഒന്നും മറച്ചു വയ്ക്കരുത്. ഇനി അവൻ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ കൂടി, ഇനി ഒരു പക്ഷേ അവൻ ഭീഷണിപ്പെടുത്തുന്നത് ലക്ഷ്മിയെ വെച്ചാണെങ്കിൽ കൂടി നീ അത് തുറന്നു പറയണം. പെട്ടെന്ന് അവനത് പറഞ്ഞത് കേട്ട് അടുത്തു നിന്ന ഗംഗയും ഇഷാനിയും ഒരു ഞെട്ടലോടെ അവനെ നോക്കി. എന്താ മാധവേട്ട അങ്ങനെ പറഞ്ഞത്? ഇഷാനി ചോദിച്ചു. വേറൊന്നുമല്ല, ലക്ഷ്മിയുടെ കാര്യം അറിയാലോ. ഇനി അതെങ്ങാനും അറിഞ്ഞിട്ട് അത് വെച്ച് അവളെ ഭീഷണിപ്പെടുത്തുകയോ ബ്ലാക്ക്മെയിൽ ചെയ്യുകയോ ചെയ്താൽ അത് ഞങ്ങൾക്ക് വേണ്ടി ഇവൾ ചിലപ്പോൾ അത് മറച്ചു വയ്ക്കും. അതുകൊണ്ടാണ് മുൻകൂട്ടി ഞാൻ അത് പറഞ്ഞത്. ലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കാനില്ല. അവൾ എൻ്റെ ഭാര്യയാണ്. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്കറിയാം. അതുപോലെ തന്നെ ബാക്കിയുള്ളവരെയും. അവൻ എന്ത് കാര്യം പറഞ്ഞാലും അപ്പോൾ നീ ഞങ്ങളോട് പറയണം, കേട്ടല്ലോ? അവൻ പറഞ്ഞതും ദേ മാധവേട്ട, അയാൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഗംഗയുടെ ഫോണിലേക്ക് ഇഷാനി നോക്കി പറഞ്ഞതും മാധവ് ഗംഗയുടെ ഫോണിലേക്ക് നോക്കി. അതിൽ കോള് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫോൺ വാങ്ങി അറ്റൻഡ് ചെയ്തു. പിന്നെ ഫോൺ സ്പീക്കറിലിട്ടു. ഗംഗ, എത്ര സമയമായി ഞാൻ നിന്നെ വിളിക്കുന്നു? നിനക്ക് കോൾ എടുത്താൽ എന്താ കുഴപ്പം? ഇനി ഞാൻ വിളിച്ചിട്ട് നീ എടുത്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും, നീ നോക്കിക്കോ. അവൻ്റെ സംസാരം കേട്ട് എന്തോ പറയാൻ വന്ന ഇഷാനിയെ കണ്ടതും മാധവ് കൈകൊണ്ട് തടഞ്ഞു. ഒന്നും പറയരുത് എന്ന് പറഞ്ഞു. നിറ കണ്ണോടെ നിൽക്കുന്ന ഗംഗയെ കണ്ടതും മാധവ് അവളെ ചേർത്ത് പിടിച്ചു. പിന്നെ കണ്ണ് ചിമ്മി കാണിച്ചു. ആ സമയമാണ് അകത്തുനിന്ന് ലക്ഷ്മിയും സാന്ദ്രയും കൂടി വരുന്നത്. അവരുടെ പുറകെ തന്നെ എന്നാ വേഗം പോയി റെഡിയാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയനും കൂടെ നവീനും കൂടി പുറത്തേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന മാധവിനെയും ഗംഗയെയും ഇഷാനിയെയും കാണുന്നത്. എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നിയതും എല്ലാവരും കൂടി അങ്ങോട്ട് ചെന്നു. അവർ അങ്ങോട്ട് വരുന്നത് കണ്ടതും പെട്ടെന്ന് തന്നെ ഇഷാനി ചുണ്ടത്ത് കൈകൊണ്ട് മിണ്ടരുത് എന്ന് പറഞ്ഞു. അടുത്ത് വരുംതോറും ഫോണിൽ നിന്നും ഗംഗയെ വഴക്ക് പറയുന്നത് അവർ കേൾക്കുന്നുണ്ട്. നീ എന്താ ഗംഗ മിണ്ടാത്തത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തത് എന്താ നീ? ഓ, നിനക്കിപ്പോൾ എന്നെ വേണ്ടാതായി അല്ലേ? അതുകൊണ്ടാണല്ലോ നീ സ്വന്തമായിട്ട് തീരുമാനങ്ങളെല്ലാം നീ എടുത്തത്. പക്ഷെ ഗംഗ, നീ ഒരു കാര്യം ഓർത്തോ, ഒരിക്കലും ഞാൻ കൂടി സമ്മതിക്കാതെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ പറഞ്ഞത് കേട്ടതും എല്ലാവരും ഞെട്ടി ഗംഗയെ നോക്കി. എന്തുകൊണ്ട് പറ്റില്ല? ഗംഗ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു.
അതോ നീ എൻ്റെ ഭാര്യയാണ് എന്നുള്ളത് മറന്നു പോകരുത് നീ. അവൻ പറഞ്ഞു. ഭാര്യയാണ്, ഞാൻ നിങ്ങളുടെ അടിമയല്ല. പിന്നെ ആരും അറിയാതെ വിവാഹം കഴിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്താം എന്ന് കരുതണ്ട. ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞ അവർക്ക് എന്നെ മനസ്സിലാകും. അവർ എൻ്റെ കൂടെ നിൽക്കും, എനിക്ക് ഉറപ്പുണ്ട്. അവൾ പറഞ്ഞു. അവർ നിന്റെ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിന്റെ കൂടെ നിൽക്കില്ല. പ്ലീസ്, എനിക്ക് നിന്നോടിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഗംഗ ഫോൺ കട്ട് ചെയ്യാൻ പോയതും, ഗംഗ, ഫോൺ കട്ട് ചെയ്താൽ ഞാൻ അങ്ങോട്ട് വരും, ഉറപ്പായിട്ടും ഞാൻ അങ്ങോട്ട് വരും. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് നീ. ആകെ തന്നെ എൻ്റെ സമനില തെറ്റി നിൽക്കുകയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. അത് പറഞ്ഞതും പെട്ടെന്ന് എല്ലാവരും ലക്ഷ്മിയെ നോക്കി. എന്നാൽ ആ സമയം തന്നെ അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു. അയ്യോ, എന്തിനാ ഗംഗ നീ ഫോൺ കട്ട് ചെയ്തത്? ഇനിയിപ്പോൾ അയാളിവിടെ വന്നാൽ എല്ലാവരും അറിയില്ലേ? ലക്ഷ്മി ചോദിച്ചു. അങ്ങനെയൊന്നും വരില്ല, അവൻ വെറുതെ ഭീഷണിപ്പെടുത്തിയതാണ്. വീണ്ടും അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടതും, നിങ്ങൾ ചെല്ല്, നിങ്ങൾ പോയി റെഡിയാവ്, നമുക്ക് പോകാനുള്ളതല്ലേ, ഞങ്ങൾ ഈ കോള് സംസാരിച്ചിട്ട് വരാം. മാധവ് പറഞ്ഞുകൊണ്ട് സാന്ദ്രയെ നോക്കി. വാ ലക്ഷ്മി, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സാന്ദ്ര ലക്ഷ്മിയും കൊണ്ട് പോയി. കോൾ എടുക്ക്, പെട്ടെന്ന് തന്നെ മാധവ് പറഞ്ഞു. അവൾ കോൾ എടുത്തു. നീ എന്താ ഫോൺ കട്ട് ചെയ്തത്? ഞാൻ അങ്ങോട്ട് വരാണ് എന്നുള്ള അവൻ്റെ സംസാരം കേട്ടതും, അറിയാതെ എൻ്റെ കൈ കൊണ്ട് കോള് കട്ടായതാണ്. നീ കാര്യം പറ, എന്താ ഹോസ്പിറ്റലിൽ സംഭവിച്ചത്? ഗംഗ ചോദിച്ചു. എൻ്റെ സഹോദരി അറിഞ്ഞു ലക്ഷ്മിയുടെയും മാധവിൻ്റെയും വിവാഹം നടന്നു എന്ന്. എങ്ങനെ? നിങ്ങൾ പറഞ്ഞില്ലേ കല്യാണം മാറ്റിവെച്ചു എന്ന്? ഞങ്ങൾ പറഞ്ഞു, പക്ഷേ അവളുടെ ഫോൺ ഇന്നൊരു നേഴ്സ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവളുടെ കൂട്ടുകാരിയില്ലേ ദിവ്യ, അവൾ പറഞ്ഞു ഇന്നലെ കല്യാണം ആർഭാടമായിട്ട് അടിച്ചു പൊളിച്ചു എന്ന്. അതുമാത്രമല്ല, അവളുടെ വക നിങ്ങളുടെ ഡാൻസിൻ്റെയും കൂത്തിൻ്റെയും ഫോട്ടോ കൂടി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പെങ്ങൾക്ക്. എന്നിട്ടിപ്പോൾ സിത്താര? എന്നിട്ടെന്താവാൻ, ഉറക്കി കിടത്തേണ്ടി വന്നു ഞങ്ങൾക്ക് അവളെ. ഞാൻ വീണ്ടും തിരിച്ചു പോവുകയാണ് അങ്ങോട്ട്. പെട്ടെന്ന് അവൻ പറഞ്ഞത് കേട്ടതും, ചെന്നൈക്ക് പോവാണോ? ഗംഗ ചോദിച്ചു. അതെ, അവിടെ അവളെ പിടിച്ചാൽ കിട്ടുന്നില്ലെന്നാ പറഞ്ഞത്. അവൻ ഒരുത്തം വരുത്തി വെച്ച വീണ. എന്തിനാ നീ വീണ്ടും മാധവേട്ടന് പറയുന്നത്? മാധവേട്ടൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? ഇതുവരെ ആ മനുഷ്യൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ മാധവേട്ടൻ ചെയ്തു വെക്കുന്ന വിനയെന്ന് പറയുന്നത്? ഗംഗ ദേഷ്യത്തോടെ ചോദിച്ചതും, അവനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവൾക്ക് വേറെ ആരും കിട്ടിയില്ലല്ലോ. എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് എനിക്ക് കാണണം നിന്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവത്തിൻ്റെ മാറ്റം. അതെനിക്ക് അറിയണം. അതിനുവേണ്ടി ഞാൻ എന്തായാലും വേഗം തന്നെ തിരിച്ചു വരും, സന്ദീപ് പറഞ്ഞു. ഗംഗ ഒന്നും മിണ്ടാതെ മാധവിൻ്റെ മുഖത്തേക്ക് നോക്കി. മാധവിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശരിയെന്നാ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ ഇഷാനി, എല്ലാവരും മാറ് എന്ന് പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറി നിന്നു. അപ്പോഴാണ് അതിലെ സന്ദീപിൻ്റെ കാറ് പാഞ്ഞു പോകുന്നത് എല്ലാവരും കണ്ടത്. അവൻ അങ്ങോട്ട് നോക്കുന്നതും കണ്ടു. ഓഹ്, ആശ്വാസമായി. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അവൻ്റെ ശല്യം ഉണ്ടാകില്ല, ഇഷാനി പറഞ്ഞു. ഗംഗയെ നോക്കി. ഗംഗ, നീ പേടിക്കണ്ട. അവൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് പോകണം. ഇത് രജിസ്റ്റർ ആണോ എന്നൊക്കെ ഒന്ന് അറിയണം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം, ഉദയൻ പറഞ്ഞു. അവൾ ദീർഘനിശ്വാസത്തോടെ മാധവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നെ നോക്കണ്ട, എനിക്ക് ടെൻഷനൊന്നുമില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതിൽ. ആ പെൺകുട്ടി എന്നെ സ്നേഹിച്ചത് എൻ്റെ തെറ്റല്ല എന്ന് മാത്രം പറഞ്ഞ് മാധവ് അവിടെ നിന്നും നടന്നു പോയി. അവന് എത്രയും പെട്ടെന്ന് ലക്ഷ്മിയെ കാണാൻ തോന്നി. അവൻ വേഗം റൂമിലേക്ക് ചെന്നു. ലക്ഷ്മി ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് മാധവിനെ കണ്ടതും അവളൊന്ന് ഞെട്ടി. സാരിയുടെ തലപ്പ് വേഗം ദേഹത്തേക്കിട്ടു. എന്നാൽ അതൊന്നും നോക്കാതെ മാധവ് വേഗം ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് ലക്ഷ്മി ഒന്ന് പകച്ചു പോയെങ്കിലും അവളും തിരിച്ച് അവനെ ചേർത്ത് പിടിച്ചിരുന്നു. എന്തു പറ്റി മാധവേട്ടാ? അവൾ ചോദിച്ചു. ഒന്നുമില്ല, ഇങ്ങനെ നിൽക്കണം തോന്നി, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ പതിയെ അമർത്തി ചുംബിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.